നമസ്കാരം സുഹൃത്തുക്കളെ. സമ്പന്നരെ ദരിദ്രരിൽ നിന്ന് വേർതിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ മാറ്റാൻ കഴിയുന്ന ആകർഷകമായ ഒരു വിഷയം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന തകർപ്പൻ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പണം ആസ് എ ഫോം ഓഫ് പവർ, അതായത് അധികാരത്തിൻ്റെ ഒരു രൂപമാണ്. കൈക്കരുത്ത് ഉള്ളവൻ കാര്യക്കാരൻ എന്ന പോലെ. പക്ഷേ അതിനേക്കാളും പവർ എന്നത് പണത്തെക്കുറിച്ചുള്ള അറിവാണ്, അഥവാ സാമ്പത്തിക സാക്ഷരത. സാമ്പത്തിക സാക്ഷരത യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? മികച്ച പണ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ് സാമ്പത്തിക സാക്ഷരത. വിവേകപൂർവ്വം സമ്പാദിക്കുക, ഒരു ബജറ്റ് സൃഷ്ടിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ക്രെഡിറ്റ് ഫലപ്രദമായി കൈകാര്യം ചെയ്യുക, അറിവുള്ള നിക്ഷേപങ്ങൾ നടത്തുക. നിങ്ങളുടെ നികുതികൾ എങ്ങനെ ശരിയായി അടയ്ക്കാമെന്ന് മനസ്സിലാക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം സമ്പത്ത് എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നതല്ല, പലപ്പോഴും നല്ല ജീവനക്കാരാകാൻ നമ്മെ തയ്യാറാക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സാമ്പത്തിക സ്വാതന്ത്ര്യം എങ്ങനെ സൃഷ്ടിക്കാമെന്ന് ഒരിക്കലും മനസ്സിലാക്കാതെ ബില്ലുകൾ അടയ്ക്കാൻ മാത്രം ജോലി ചെയ്യുന്ന ഒരു ചക്രത്തിൽ ഇത് പലരെയും കൊടുക്കുന്നു. പിന്നീട് ഇത് മത്സരോട്ടത്തിലേക്ക് തള്ളിയിടുന്നു. ഉണരുക, ജോലിക്ക് പോകുക, ബില്ലുകൾ അടയ്ക്കുക, ആഡംബരങ്ങൾ വാങ്ങുക, പിന്നീട് ഇത് വീണ്ടും ആവർത്തിക്കുന്നു. ഒരു ലൂപ്പ് പോലെ. നമുക്ക് രണ്ട് വ്യത്യസ്ത പാതകൾ സങ്കൽപ്പിക്കാം. ഒന്ന്, പണം നിങ്ങളെ നിയന്ത്രിക്കുന്നു. മറ്റൊന്ന്, നിങ്ങളുടെ പണത്തിൻ്റെ നിയന്ത്രണം നിങ്ങൾ ഏറ്റെടുക്കുന്നു. റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന തൻ്റെ തകർപ്പൻ പുസ്തകത്തിൽ റോബർട്ട് കിയോസാക്കി പണത്തിൻ്റെ സേവകനിൽ നിന്ന് അതിൻ്റെ യജമാനനാകാൻ ആരെയും സഹായിക്കുന്ന 7 പ്രധാന പാഠങ്ങൾ നിരത്തുന്നു. അവ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പാഠം 1. പണം പണക്കാർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. നിങ്ങളുടെ സാലറി കിട്ടുന്നത് വരെ ഒരു സ്ട്രെസ് ഇല്ലാതെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഒരു ജീവിതം ഫോക്കസ് ചെയ്യുക. പലരും, പ്രത്യേകിച്ച് ദരിദ്രരും ഇടത്തരക്കാരും, നിരന്തരമായ ഒരു ചക്രത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. രാവിലെ ഉണരുന്നു, ജോലിക്ക് പോകുന്നു, ശമ്പളത്തിനായി കാത്തിരിക്കുന്നു, ബില്ലുകൾ അടയ്ക്കുന്നു, ചെലവഴിക്കുന്നു, അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. മറുവശത്ത് സമ്പന്നരാകട്ടെ, അവരുടെ പണം അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. മാത്രമല്ല, അവരുടെ ജീവിതം നിർവചിക്കുന്നതിന് അവരുടെ ശമ്പളത്തെ മാത്രം ആശ്രയിക്കുന്നില്ല. കൂടാതെ അവർ അവരുടെ വികാരങ്ങളെ അവരുടെ നിയന്ത്രണത്തിലാക്കുകയും എപ്പോഴും അറിവ് നേടാൻ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നു. പാഠം 2. നിങ്ങൾ എന്ത് സമ്പാദിക്കുന്നു എന്നതല്ല, നിങ്ങൾ എന്ത് സൂക്ഷിക്കുന്നു എന്നതിലാണ് കാര്യം. പണത്തിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ എത്രമാത്രം സമ്പാദിക്കുന്നു എന്നത് മാത്രമല്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. പണം നിങ്ങളുടെ സാമ്പത്തിക ശീലങ്ങളുടെ ഒരു വലിയ ഘടകമായി സങ്കൽപ്പിക്കുക. അടിസ്ഥാന അക്കൗണ്ടിംഗ് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. പക്ഷേ നിങ്ങളെ ശരിക്കും വേർതിരിക്കുന്നത് ആസ്തികൾ അഥവാ അസറ്റ്, പിന്നെ ലയബിലിറ്റീസ് അഥവാ ബാധ്യത തമ്മിലുള്ള വ്യത്യാസം അറിയുക എന്നതാണ്. അസറ്റ്സ് അഥവാ ആസ്തികൾ എന്നത് നിങ്ങളുടെ പണം നിർമ്മാതാക്കളാണ്. അവർ നിങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കുന്നു. നിങ്ങളുടെ സ്ഥിരമായ സാന്നിധ്യമില്ലാതെ അവ പ്രവർത്തിക്കുന്നു. റിയൽ എസ്റ്റേറ്റ്, സ്റ്റോക്കുകൾ, ബോണ്ടുകൾ അല്ലെങ്കിൽ ബൗദ്ധിക സ്വത്തിൽ നിന്നുള്ള റോയൽറ്റികൾ പോലുള്ള നിക്ഷേപങ്ങൾ ഇതിൽ ഉൾപ്പെടാം. മറുവശത്ത് ബാധ്യതകൾ. നിങ്ങളുടെ വീടിൻ്റെ മോർഗേജ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാർ, വിദ്യാഭ്യാസ വായ്പകൾ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കടങ്ങൾ എന്നിവയാണ്. അവ നിങ്ങളുടെ സാമ്പത്തികത്തെ ചോർത്തിക്കളയുന്നു. ഇന്നത്തെ ലോകത്ത് സാമ്പത്തിക വിജയം എന്നത് ഒരു ശമ്പളം സമ്പാദിക്കുക മാത്രമല്ല, ബാധ്യതകൾ കുറയ്ക്കുന്നതിനൊപ്പം ആസ്തികൾ കെട്ടിപ്പടുക്കുന്നതും പരിപോഷിപ്പിക്കുന്നതുമാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് മികച്ച സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. ഇത് ശാശ്വത സമ്പത്തിലേക്കും പിന്നീട് സ്വാതന്ത്ര്യത്തിലേക്കും വഴിയൊരുക്കുന്നു. നിങ്ങളുടെ അസറ്റ് കോളത്തിൽ അല്ലെങ്കിൽ ആസ്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് പാഠം 3. നിങ്ങളുടെ വരുമാനം മാത്രം കണക്കാക്കുന്നതിന് പകരം സ്വന്തമായി പണം കൊണ്ടുവരുന്ന കാര്യങ്ങൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വളരെ മികച്ചതായിരിക്കും. ഇവിടെ നിങ്ങളുടെ കൂടുതൽ പണം നിങ്ങൾക്കായി പ്രവർത്തിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. നിക്ഷേപങ്ങളിൽ നിന്ന് സമ്പാദിക്കുന്ന പണം ഉപയോഗിച്ച് നിങ്ങൾക്ക് പണമടയ്ക്കാൻ കഴിയുന്നതുവരെ അനാവശ്യ സാധനങ്ങൾ വാങ്ങുന്നത് കഴിവതും കുറയ്ക്കുക. പാഠം 4. ധനികർക്ക് നികുതിയില്ല. ദരിദ്രരെയോ ഇടത്തരക്കാരെയോ പോലെ സമ്പന്നർക്ക് നികുതിയില്ല. തങ്ങളുടെ നികുതി ഭാരം പരിമിതപ്പെടുത്താൻ അവർ കോർപ്പറേഷനുകളെ വാഹനങ്ങളായി ഉപയോഗിക്കുന്നു. ഒരു കോർപ്പറേഷൻ എന്നത് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത നിയമപരമായ രേഖകളുള്ള ഒരു ഫോൾഡർ മാത്രമാണ്. പാഠം 5. വിജയത്തിന് ധീരമായ മനസ്സാണ് വേണ്ടിയത്. പലപ്പോഴും നമ്മെ പിന്തിരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആത്മവിശ്വാസക്കുറവ്. ഇതൊരു വലിയ തടസ്സമാണ്. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ഏറ്റവും ശക്തമായ സ്വത്ത്. ആത്മവിശ്വാസത്തോടെ എന്ത് കാര്യം ചെയ്താലും തീർച്ചയായും അതിന് ഒരു ഫലം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ആത്മവിശ്വാസം പരിശീലിപ്പിക്കുക. അത് വേഗത്തിൽ സമ്പത്ത് സൃഷ്ടിക്കും.
അതുപോലെ റിസ്ക് എടുക്കുന്നതും യാത്രയുടെ ഭാഗമാണ്. അപകടസാധ്യതകൾ ഒഴിവാക്കുന്നതിനു പകരം അവ കൈകാര്യം ചെയ്യാൻ പഠിക്കുക. വിജയകരമായ നിക്ഷേപകർ അത് ചെയ്യുന്നു. അവർ മറഞ്ഞിരിക്കുന്ന അവസരങ്ങൾ കണ്ടെത്തുന്നു, പണം സ്വരൂപിക്കുന്നു, അവർക്ക് ചുറ്റും തങ്ങളെക്കാളും സാമർഥ്യമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നു. നിങ്ങളുടെ ഉപദേശകരെ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക. ശരിയായ ഉപദേശത്തിന് എല്ലാ മാറ്റങ്ങളും വരുത്താൻ കഴിയും. അതിനാൽ സ്വയം സംശയം നിങ്ങളെ പിന്തിരിപ്പിക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക, അപകടസാധ്യതകൾ സ്വീകരിക്കുക, മിടുക്കരായ ആളുകളുമായി സ്വയം ചുറ്റുക. അതാണ് സാമ്പത്തിക വിജയത്തിലേക്കുള്ള വഴി. പാഠം 6. അറിവിനു വേണ്ടി ജോലി ചെയ്യുക. നിങ്ങൾ ഒരു ജോലി അന്വേഷിക്കുമ്പോൾ ശമ്പളത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. നിങ്ങൾ നേടുന്ന കഴിവുകളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ തൊഴിലിനെ ആശ്രയിച്ച് ചില കഴിവുകൾ അത്യന്താപേക്ഷിതമാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു യുവ എഴുത്തുകാരനാണെങ്കിൽ പരസ്യം ചെയ്യൽ, കോപ്പിറൈറ്റിംഗ്, സെയിൽസ്, പബ്ലിക് റിലേഷൻസ് തുടങ്ങിയ കഴിവുകൾ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. പലരും വലിയ സമ്പത്തിൽ നിന്ന് ഒരു കഴിവ് മാത്രം അകലെയാണ്. അതിനാൽ നിങ്ങൾ എന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? മാനേജ്മെന്റ് കഴിവുകൾ, പണമൊഴുക്ക് അഥവാ ക്യാഷ് ഫ്ലോ, സിസ്റ്റംസ്, പീപ്പിൾ, കൂടാതെ ആശയവിനിമയം, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്നിവയെക്കുറിച്ച് മറക്കരുത്. ഈ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നിങ്ങൾ തൊഴിൽ വിപണിയിൽ കൂടുതൽ മൂല്യവത്താകുക മാത്രമല്ല, സാമ്പത്തിക വിജയത്തിനായി സ്വയം സജ്ജമാക്കുകയും ചെയ്യും. ഓർക്കുക, ഇത് പണത്തിനായി ജോലി ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങളുടെ സാമ്പത്തിക ഭാവി നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കഴിവുകൾ പഠിക്കുന്നതിനെക്കുറിച്ചാണ് ഇത്. പാഠം 7. ബുദ്ധിപൂർവം ഉപദേശകരെ തിരഞ്ഞെടുക്കൂ. അവർ നമ്മെ പ്രചോദിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവർ കഠിനമായ ജോലികൾ എളുപ്പമാക്കുന്നു. ഉദാഹരണത്തിന്, വാറൻ ബഫറ്റിനെ എടുക്കുക. ബുദ്ധിപരമായ നിക്ഷേപം, ക്ഷമ തുടങ്ങിയ സാമ്പത്തിക തത്വങ്ങൾ അദ്ദേഹം ഉൾക്കൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ രീതികൾ പഠിക്കുന്നതിലൂടെ മികച്ച സാമ്പത്തിക തീരുമാനങ്ങൾ സ്വയം എടുക്കാൻ നമുക്ക് പഠിക്കാനാകും. നിങ്ങൾ മാസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാമ്പത്തിക മേഖലകളിൽ മികവ് പുലർത്തുന്ന നായകന്മാരെ കണ്ടെത്തുക. അവരുടെ പുസ്തകങ്ങൾ വായിക്കുക, അവരുടെ അഭിമുഖങ്ങൾ കാണുക, അവരുടെ ഉപദേശം പിന്തുടരുക. ഓർക്കുക, അസാധ്യമെന്ന് തോന്നുന്നത് യഥാർത്ഥത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് അവർ നമുക്ക് കാണിച്ചു തരുന്നു. പിന്തുടരാൻ അവർ ഒരു റോഡ് മാപ്പ് നൽകുന്നു. ആരാണ് നിങ്ങളുടെ സാമ്പത്തിക ഹീറോകൾ? താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.